ഹലോ, നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത് നമ്മുടെ വെഡിങ് ഡേ നമ്മളൊരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാന്നുള്ളതായിരുന്നു. അതിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ക്യാസാലൂസി ആയിരുന്നു. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ വ്യൂസ് എല്ലാം കണ്ടുകൊണ്ട് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. ഒരു വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഒരു 5 മണി സമയമായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വൈകുന്നേര കാഴ്ചകൾ നല്ല ഭംഗിയാണ്, നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ളൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് മിനിറ്റുകൾ കൊണ്ട് നിറം മാറുന്ന ആകാശമാണ്. മുന്നേ ഞാൻ ക്യാസാലൂസിയല്ല വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് വന്നതായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അന്ന് വന്നപ്പോഴേ വിചാരിച്ചതാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യണം എന്നുള്ളത്. ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു സാറ്റർഡേ ആണ്, വെഡ്ഡിങ് ഡേയുടെ തൊട്ട് മുന്നുള്ള സാറ്റർഡേ. ഒഴിവെല്ലാം നോക്കിയൊരു സാറ്റർഡേ പ്ലാൻ ചെയ്തതാണ്. അതാകുമ്പോൾ ഹോളിഡേ ആണല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. കാരണം പലതും ആവാം. കുട്ടികൾ സ്കൂളിൽ പോകുന്നത് കൊണ്ടായിരിക്കാം, ജോലി തിരക്കുകൾ കൊണ്ടായിരിക്കാം, അങ്ങനെ പലതും. അങ്ങനെ ഞങ്ങളും ഒരു ഹോളിഡേ ആണ് ഇവിടേക്ക് വരാനായിട്ട് തീരുമാനിച്ചത്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കാം വെഡ്ഡിങ് ഡേ അല്ലെങ്കിൽ വെഡ്ഡിങ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എല്ലാവരും അവരവരുടെ പ്രിഫറൻസ് അനുസരിച്ച് ഓരോ രീതികൾ കണ്ടെത്തുന്നു. തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും കൂടി ആഘോഷങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ലതാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്താൻ കുറച്ച് സമയം നീക്കിവെക്കുക. ഇതെല്ലാം സ്വയം റീചാർജ് ആവാൻ ഒരു നല്ല ഉപാധിയാണ്. ദൈവം നമുക്ക് അനുഗ്രഹിച്ചൊരു ജീവിതം തരുമ്പോൾ അത് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഭംഗിയാക്കാൻ ശ്രമിക്കുക. കുറ്റവും കുറവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ തൽക്കാലത്തേക്ക് അതൊക്കെ മറന്ന് സന്തോഷിക്കാനുള്ള വക കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഈ റിസോർട്ടിലുള്ള ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലെ നിറയെ ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സപ്പോട്ടമരൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ പച്ചയും ചുവപ്പും ഇലകളൊക്കെ ആയിട്ട് ഈ പച്ചപ്പിൻ്റെ ഇടയിൽ ഒരു ബദാമിൻ്റെ മരം നിൽക്കുന്നുണ്ട്. അതുപോലെ പല വ്യത്യസ്തമായിട്ടുള്ള ചെടികളും നമുക്കിവിടെ കാണാം. ഇത് ഒരു വ്യൂ പോയിന്റ് ആണ്. ചെറിയൊരു ബ്രിഡ്ജ് പോലെ തന്നെയാണ് ഇത്. നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ മുഴുവൻ വ്യൂസും കിട്ടും. അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള കാടും മലയും സമീപ പ്രദേശങ്ങളുടെ എല്ലാം ഒരു പിക്ചർ നമുക്ക് കിട്ടും. രാവിലെ സമയങ്ങളിൽ അതുപോലെ വൈകുന്നേര സമയങ്ങളിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇവിടെ. അതുമാത്രമല്ല നമുക്കിവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ള സ്ഥല സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് റിസോർട്ടിൻ്റെ ഒരു ഓവറോൾ വ്യൂ കിട്ടും. ചുറ്റും ഈ മരങ്ങളും പാറക്കെട്ടുകളൊക്കെ കാണുമ്പോൾ നമ്മളൊരു കാട്ടിലാണോ താമസിക്കുന്നത് എന്നുള്ളൊരു ഫീലും കിട്ടും. കാടിനോടുള്ള പ്രിയം കൊണ്ടാണോ ഇവിടെ വന്ന് താമസിക്കുന്നതെന്നൊരു സംശയം തോന്നാം. വീടടുത്തായിട്ടും എന്തിനീ റിസോർട്ട് ചൂസ് ചെയ്തു എന്നുള്ളൊരു സംശയം തോന്നാം. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ വ്യൂ കണ്ടുകൊണ്ട് ഇവിടുത്തെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇവിടെ കഴിയണമെങ്കിൽ ഇതുപോലൊരു റിസോർട്ടിൽ തന്നെ വരണ്ടേ. ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ ബ്രിഡ്ജിന് ഇത്രയും ഭംഗിയുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. രാത്രി ലൈറ്റ് അറേഞ്ച്മെന്റ് കൂടിയായി കഴിഞ്ഞാൽ ഇത് നല്ല രസമാണ്. ഈ റിസോർട്ടിലെ ഒരു ഹൈലൈറ്റ് പോർഷനാണ് ഈ ഒരു ബ്രിഡ്ജ്. ഇപ്പോൾ ഏകദേശം 7 മണിയോടടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം നിമിഷ നേരം കൊണ്ട് നിറം മാറുന്ന ആകാശമാണ്. വെള്ള നീലയാവുന്നു, നീല പർപ്പിളാവുന്നു, പർപ്പിൾ ബ്ലാക്ക് ആവുന്നു. അങ്ങനെ ഒരുപാട് പ്രകൃതി ആകാശത്തൊരുക്കുന്ന മായക്കാഴ്ചകൾ നമുക്ക് ഈ വ്യൂ പോയിന്റിലിരുന്നു കൊണ്ട് കാണാമെന്ന് സാരം. നേരെ ഇരുട്ടി തുടങ്ങിയപ്പോൾ റിസോർട്ടിലെല്ലാം ലൈറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് ഇതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്ത വഴികൾ. അതുപോലെ
റാന്തലിന് താഴെ നമുക്ക് ഇരിക്കാനുള്ളൊരു ഇരിപ്പിടമുണ്ട്. 4-5 പേർക്ക് സംസാരിച്ചിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ചായ കുടിക്കാം. ഈ റാന്തലിൻ്റെ വെളിച്ചത്തിൽ ഇതുപോലെ എല്ലാവരും കൂടി ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്നത് നല്ലൊരു ഈവനിങ് വൈബാണ്. സമയം 7:30 നമ്മൾ കുറേ നേരമായി പുറത്തു തന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. റൂമും നല്ല സൗകര്യങ്ങളുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ കർട്ടൻ സോനിന് വല്ലാതെ ഇഷ്ടമായി. രാത്രി ഭക്ഷണത്തിന് ഇനിയും സമയമുണ്ട്. അപ്പോൾ റൂമിലിരുന്ന് സോനിനോട് കുറച്ച് തമാശകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെക്കാളൊക്കെ അവനാണ് ഇവിടെ എൻജോയ് ചെയ്യുന്നത്. ഞങ്ങളോട് പറയാൻ അവന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോവാം. ഇതുപോലെ കല്ല് പതിച്ച വഴിയിലൂടെ നമുക്ക് മേലോട്ട് പോവാം. ഞങ്ങൾ രാത്രി ഭക്ഷണം മേലെ ഇരുന്ന് ഓപ്പൺ എയറിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെയറും ടേബിളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നും നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ ഉള്ളിലിരുന്നാണല്ലേ കഴിക്കാറ്. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കാമായിരുന്നു. അതുപോലെ ബാൽക്കണിയിലും സൗകര്യമുണ്ട്. നമ്മുടെ ഭക്ഷണം എത്തിക്കഴിഞ്ഞു. പാലാട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഭക്ഷണം ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇത് ബട്ടർ നാനും മലബാർ ചിക്കൻ കറിയാണ്. കൂടെ കുക്കുംബറും ടൊമാറ്റോ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭക്ഷണം പാലാട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ. മുമ്പ് ഞാൻ പാലാട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് അച്ഛൻ്റെ 10th ബാച്ചിൻ്റെ ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അന്ന് അവരുടെ ഭക്ഷണം ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. വളരെ വ്യത്യസ്തമാണ് അവരുടെ റെസിപ്പി. നോർമലി ഞാൻ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ജ്യൂസ് ഓർഡർ ചെയ്യാറുണ്ട്. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഒരു കോൾഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇതാണ് ഈ ബ്രിഡ്ജിൻ്റെ നൈറ്റ് വ്യൂ. നല്ല ഭംഗിയാണ്. ഇതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിട്ട് ഇവിടെ കാണാൻ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. അങ്ങനെ ഒരു 9:30 കൂടി ഞങ്ങൾ റൂമിലെത്തി. ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്ന ശീലം ഇല്ലാത്തതുകൊണ്ട് കുറച്ചു നേരം ബാൽക്കണിയിലിരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഡാമിൽ നിന്നുള്ള നല്ല കാറ്റുണ്ടായിരുന്നു. രാവിലെ നമുക്ക് ഈ സമീപ പ്രദേശത്തുള്ള കാടുകളിൽ നിന്നൊക്കെയുള്ള പക്ഷികളുടെ മൃഗങ്ങളുടെയൊക്കെ സൗണ്ടുകൾ കേൾക്കാം. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇതുപോലെ കിളികളുടെ എല്ലാം ശബ്ദം കേട്ടുകൊണ്ട് എണീക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ശരിക്കും ഒരു നല്ല മോർണിംഗ് വൈബാണ് ഇവിടെ. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായ ശേഷം ഈ ചെടികൾക്കിടയിലൂടെ നടക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒരു ഫ്രഷ് ഫീൽ കിട്ടും ഈ ചെടികളുടെ ഇടയിലൂടെ എല്ലാം നടക്കുമ്പോൾ. ചുറ്റും പുല്ലെല്ലാം പിടിപ്പിച്ച് നല്ല ക്ലീൻ സറൗണ്ടിങ് ആയതുകൊണ്ട് നമുക്ക് പേടിയില്ലാതെ നടക്കാം.
കേട്ടോ, ഐ ലവ് യു. നല്ല മോളല്ലേ. ഏട്ടാ സപ്പോർട്ടാ, പറിച്ചാലോ? ഏകദേശം പാകമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മോർണിംഗ്. Hi, good morning. പിന്നെ ഇവിടെ എവിടെ തേനീച്ച ഉണ്ട് തോന്നുന്നടാ. ആ, ഈ പൂവിലാണ് തേനീച്ച വന്നിരിക്കണത്. കണ്ടോ, തേനീച്ച ഇങ്ങനെ പറക്കണ കണ്ടോ? ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ട്രിപ്പാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറിൽ കുറച്ചു നേരം ചിലവഴിക്കാൻ നമുക്കൊരു ബെസ്റ്റ് ചോയ്സ് ആണ് ഇവിടെ. ശാന്തമായ അന്തരീക്ഷം ഒരു മെഡിറ്റേഷനാണ്. സമാധാനപരമായ അന്തരീക്ഷം നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താനുള്ളൊരു വഴിയാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളൊരു ശ്രമം നടത്തുക. അത് നിങ്ങൾക്ക് തരുന്ന സന്തോഷം അത് വളരെ വലുതായിരിക്കും.